പ്രദക്ഷിണത്തിന്റെ ഏറ്റവും മുന്നിലായി ചെറിയ പള്ളിയിൽ നിന്നും വാദ്യമേളങ്ങൾ ഉതിർത്തുകൊണ്ട് വിസ്മയം വിതച്ചുകൊണ്ട് വാദ്യകലാകാരന്മാർ എത്തുന്നു. ചെണ്ടമേളം എത്തുന്നു. തൊട്ടുപിന്നിലായി ആന അകമ്പടി പ്രദക്ഷിണമാണ് ഇതെന്ന ഓർമ്മയുണർത്തിക്കൊണ്ട്, ചിന്തകൾ ഉണർത്തിക്കൊണ്ട് തോട്ടുചാലിൽ ബോലോനാഥ് മുത്തിയമ്മയുടെ തിടമ്പേറ്റിക്കൊണ്ട് രാജകീയമായി മുത്തിയമ്മയുടെ വലിയ പള്ളിയുടെ മുൻവശത്തേക്ക് എത്തുകയാണ്. എത്ര സുന്ദരമായ പാരമ്പര്യങ്ങളുടെ തനിയാവർത്തനം. മുത്തിയമ്മയുടെ മുന്നിലേക്കിതാ ആന അകമ്പടി പ്രദക്ഷിണമുള്ള ലോക ചരിത്രത്തിലെ ഏക ദേവാലയത്തിന്റെ തിരുമുൻപിലേക്കിതാ ഗജവീരൻ എത്തുകയാണ്. മുത്തിയമ്മയുടെ തിരമ്പേറ്റിയ ഗജവീരനിത മുത്തിയമ്മയുടെ തിരുസ്വരൂപമുള്ള തെക്കേ സങ്കീർത്തിയുടെ മുന്നിലെത്തുന്നു. കപ്പൽ കുമ്പിട്ടതുപോലെ ഗജവീരനും തുടർന്ന് കുമ്പിടും, വന്ദിക്കും, വണങ്ങും. എത്ര വലിയ ശക്തനാണ് നീയെങ്കിലും വിശുദ്ധ ഗണത്തിനും ദൈവത്തിനും മുന്നിൽ വണങ്ങണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു കരയിലെ ഏറ്റവും വലിയ ഈ ജീവി. 3 തവണ ഇതാ മുത്തിയമ്മയ്ക്ക് മുന്നിൽ കുമ്പിടുന്നു, വണങ്ങുന്നു, തുമ്പിക്കൈകൾ ഉയർത്തി വന്ദിക്കുന്നു. തുടർന്നാണ് ഇതിലും മനോഹരമായി പരിശുദ്ധ മദ്ബഹയ്ക്ക് അഭിമുഖമായി നിലനിന്നുകൊണ്ട് തോട്ടുചാലിൽ ബോലോനാഥ് എന്ന ഈ കരിവീരൻ മുത്തിയമ്മയുടെ ദേവാലയത്തിലെ 3-ാം നോമ്പ് തിരുനാളിന് കപ്പൽ പ്രദക്ഷിണത്തിന് തിടമ്പേറ്റുന്ന ഗജവീരനിത ആനവാതിൽ എന്ന് നമ്മൾ വിളിക്കുന്ന ആനവാതിൽക്കൽ പരിശുദ്ധ മദ്ബഹയ്ക്ക് മുന്നിൽ ഗജവീരൻ തുമ്പിക്കൈകൾ ഉയർത്തിക്കൊണ്ട് കുമ്പിടുകയാണ്. 3 തവണ വന്ദിക്കുകയാണ്, വണങ്ങുകയാണ്. ദേവാലയം എത്ര പരിശുദ്ധമാണെന്ന് നമ്മുടെ ചിന്തകളിലേക്ക് ഓർമ്മകൾ, ചിന്തകൾ ഉണരേണ്ട നിമിഷങ്ങളാണിത്. അമ്പരചുംബിയായ ദേവാലയത്തിന്റെ തിരുമുൻപിലിതാ കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആന അകമ്പടി പ്രദക്ഷിണം ചേരമാൻ പെരുമാളിന്റെ കാലം മുതൽ കുറവിലങ്ങാട് പള്ളിക്ക് ലഭിച്ച അവകാശമാണ്. ചരിത്രത്തിൽ നാം വായിക്കുന്നു, ചേരമാൻ പെരുമാളിന്റെ കാലം മുതൽ ആന അകമ്പടി പ്രദക്ഷിണം ഉള്ള ഏക ദേവാലയമാണ് സീറോ മലബാർ സഭയുടെ ആദ്യ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയമായ കുറവിലങ്ങാട് മുത്തിയമ്മയുടെ കുറവിലങ്ങാട് പള്ളി. ആനവാതിൽക്കൽ ഗജവീരനായിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ ആനവാതിൽ സംഭവങ്ങളിലേക്കും ആനവായിൽ ചക്കര നേർച്ചയിലേക്കും എത്തണം. പണ്ടൊരിക്കൽ ഈ ദേവാലയം തകർക്കുന്നതിനായി, ദേവാലയത്തിന്റെ വാതിൽ തകർക്കുന്നതിനായി ഗജവീരൻ ആനവാതിൽക്കൽ ആഞ്ഞു കുത്തിയപ്പോൾ, സർവശക്തിയും എടുത്ത് ആഞ്ഞു കുത്തിയപ്പോൾ ഒന്നും സംഭവിച്ചില്ല. ഗജവീരന്റെ കൊമ്പുകൾ ആനവാതിലിൽ ഉടക്കി പോവുകയാണ് ചെയ്തത്. തിരിച്ച് ഊരിയെടുക്കാൻ കഴിയാതെ ഇരണ്ട കെട്ടി നോവ് മൂലം, ഏറെ നേരമുള്ള നിൽപ്പ് മൂലം, അനങ്ങാൻ വയ്യാതെയുള്ള നിൽപ്പ് മൂലം, ഇരണ്ട കെട്ടി നോവ് മൂലം അലറി വിളിച്ചപ്പോൾ ഒത്തുകൂടിയവരെല്ലാം ശ്രമിച്ചിട്ടും സാധിച്ചില്ല. പക്ഷേ ആ സമയങ്ങളിലെല്ലാം ശാന്തനായി കൈവിരിച്ച് പിടിച്ച് ഈ ദേവാലയത്തിന്റെ ഉള്ളിൽ ഒരു വികാരിയച്ഛൻ പ്രാർത്ഥിക്കുന്നതായി പിന്നീടാണ് ജനസമൂഹം തിരിച്ചറിഞ്ഞത്. ആ വികാരിയച്ഛൻ പുറത്തു വന്ന് ആനയിൽ സ്പർശിച്ചപ്പോൾ മാത്രമാണ് കൊമ്പ് ഊരിയെടുക്കുവാനും ആനയ്ക്ക് സ്വതന്ത്രനാകുവാനും സാധിച്ചത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. പ്രസ്തുത സംഭവത്തിന്റെ ഓർമ്മയാണ് ഇന്ന് നാം കൊണ്ടാടുന്ന ആനവായിൽ ചക്കര നേർച്ച. ചെറിയ പള്ളിയുടെ തിരുമുറ്റത്ത് ആനവായിൽ ചക്കര നേർച്ച 3 നോമ്പ് തിരുനാളിന്റെ മധ്യദിനമായ ചൊവ്വാഴ്ച രാവിലെ 9 മണി മുതൽ ലഭിക്കുന്നു.